സാർ, ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം ജോയിൻ ചെയ്ത് ജർമ്മനിയിൽ എത്തിയ കുട്ടിക്ക് ബേസിക്കലി ജർമ്മനി എന്ന് പറയുന്നത് ഒരു ഗ്ലോബലി ഫ്രീ എഡ്യൂക്കേഷൻ ആയിട്ട് രാജ്യമാണല്ലോ. അപ്പോൾ അവർ ഈ ജോയിൻ ചെയ്ത് ഈ 3 വർഷത്തെ അല്ലെങ്കിൽ 2.5 വർഷത്തെ പഠനം കഴിഞ്ഞിട്ട് അവിടെ ഒരു ജോലിക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഫർദർ ഒരു ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് അങ്ങനത്തെ എന്തെങ്കിലും ഫർദർ സ്പെഷ്യലൈസേഷൻ പഠിക്കണം എന്നുണ്ടെങ്കിൽ അത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണോ? ആണെങ്കിൽ തന്നെ ബേസിക്കലി ഇവരുടെ വർക്കും ഈ സ്റ്റഡീസും കൂടെ മാനേജ് ചെയ്യാൻ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണോ? ഈ 2 കാര്യങ്ങളാണെന്ന് അറിയേണ്ടത്. ഈ നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ഫുൾ ടൈം ക്ലാസ് ഉള്ള പ്രോഗ്രാമുകളുള്ള. വികസിത രാജ്യങ്ങളിലെല്ലാം തന്നെ ഒരു വിദ്യാർത്ഥി സ്വയം തൊഴിൽ ചെയ്യുകയും അതിനോടൊപ്പം വിദ്യാഭ്യാസം നേടുകയും ചെയ്യുന്ന വിധത്തിലാണ് അവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായവും കരിക്കുലവും എല്ലാം അവർ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവന് ഏത് സമയത്തും ജോലിയോടൊപ്പം പഠിക്കാനുള്ള അവസരം ആ രാജ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലുണ്ട്. അതായത് ആഴ്ചയിൽ 3-4 ദിവസം ജോലി ചെയ്യാൻ പോവുകയും 2-3 ദിവസം പഠിക്കാൻ പോവുകയും ഒക്കെ ചെയ്തുകൊണ്ട് അവർക്ക് ഡിഗ്രിയും മറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള അവസരം ആ രാജ്യങ്ങളിലുണ്ട്. അപ്പം ഈ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം കഴിഞ്ഞൊരു വിദ്യാർത്ഥിക്ക് അവർക്ക് അവരുടെ ജീവിതം സെറ്റിൽ ചെയ്ത് ഒരു ജോലിയിലേക്ക് പ്രവേശിച്ച് അതോടൊപ്പം വേണമെങ്കിൽ അവർക്ക് BSc നേഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അത് പഠിക്കാം. മറ്റു മേഖലയിലേക്ക് ഇനി പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അതായത് ഇവിടുന്ന് കുറെ കൂടി സ്റ്റുഡിയസ് ആയിട്ടൊക്കെ പഠിക്കാൻ ആഗ്രഹമുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അവർക്ക് പോസ്റ്റ് ഗ്രാജുവേഷനോ PhDയോ അല്ലെ മറ്റ് ട്രേഡുകളിലേക്കോ അല്ലെങ്കിൽ മറ്റ് സബ്ജക്റ്റുകളിലേക്കോ സ്ട്രീമിലേക്കൊക്കെ പോകാനുള്ള അവസരം ഈ രാജ്യത്തുണ്ട്. കാരണം അവിടെ വിദ്യാഭ്യാസം സൗജന്യമാണ്. അപ്പോൾ ഏത് നിലയിലുള്ള ഏത് വിദ്യാഭ്യാസവും നേടാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കും. ഹൗസ് ബിൽഡിങ്ങിനെ ജർമ്മനിയിൽ എത്താനുള്ളൊരു പാത്വേ ആയിട്ട് വിദ്യാർത്ഥികൾ കരുതുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ വളരെ ശോഭനമായിട്ടുള്ളൊരു ഭാവി ഉണ്ടാവാനുള്ള അവസരമുണ്ട്. സർ, ഇപ്പോൾ വിദേശത്തെ ഏത് രാജ്യത്താണെങ്കിലും ഡെവലപ്ഡ് ആയിട്ടുള്ള ഏത് കൺട്രിയിലേക്ക്, ഇപ്പം ജർമ്മനി ആയിക്കോട്ടെ വേറെ ഏത് രാജ്യം ആയിക്കോട്ടെ, ഒരാൾ മെയിൻലി അങ്ങോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ PR കിട്ടുക അല്ലെങ്കിൽ അവിടുത്തെ സിറ്റിസൺ ആവുക എന്നുള്ളൊരു ആഗ്രഹം വെച്ചിട്ടാണ്. ഇപ്പോൾ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം എടുത്ത് ജർമ്മനിയിലേക്ക് പോകുന്ന ഒരാൾക്ക് അവിടുത്തെ PR സിറ്റിസൺഷിപ്പ് മുതലായ കാര്യങ്ങൾ കിട്ടാൻ എത്രത്തോളം എളുപ്പമാണ്, അതുപോലെ അതിന് ഏകദേശം എത്ര ടൈം എടുക്കും? നമുക്ക് PR സിറ്റിസൺഷിപ്പ് എന്നൊക്കെ പറയുന്ന കാര്യം അതാത് രാജ്യങ്ങളുടെ ഡിസ്ക്രിപ്ഷനാണ്. അതായത് ഓരോ രാജ്യവും അവരുടെ ഇഷ്ടം പോലെയാണ് ഒരാൾക്ക് PR കൊടുക്കണോ സിറ്റിസൺഷിപ്പ് കൊടുക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. പക്ഷെ നമുക്ക് ജനറലി പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങളും ആഗ്രഹിക്കുന്നത് ആ രാജ്യത്തേക്ക് ഉതകുന്ന അല്ലെങ്കിൽ ആ രാജ്യത്തേക്ക് മേർജ് ചെയ്യാൻ പറ്റുന്ന ബെറ്റർ ആയിട്ടുള്ളൊരു സിറ്റിസൺസിനെയാണ് എല്ലാ രാജ്യക്കാരും ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ഡെവലപ്ഡ് കൺട്രീസ് ആയിട്ടുള്ള രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നത് അവരുടെ രാജ്യത്ത് ഇപ്പം എന്തിനാണ് സ്കേഴ്സിറ്റി ഉള്ളത് അതിന് പകരം വെക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ആ സ്കേഴ്സിറ്റിയിലേക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളെയാണ് അവർ അവരുടെ ജോലിയിലേക്ക് അവരുടെ രാജ്യത്തെ ആളുകളായിട്ട് അവർ തിരഞ്ഞെടുക്കുന്നത്. അപ്പം ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം പഠിക്കുന്ന ആൾ തീർച്ചയായിട്ടും ഒരു ലൈസൻസ്ഡ് ആയിട്ട് ജോലി ചെയ്യാൻ പ്രാപ്തനായിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് മാറുന്നത്. അപ്പോൾ അത്തരം വ്യക്തികളെ ആ രാജ്യത്തിന് തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. അപ്പോൾ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു വെക്കേഷണൽ ട്രെയിനിങ് പ്രോഗ്രാം ആയതുകൊണ്ട് അവരുടെ പഠന സമയത്തെ ജോലി ചെയ്യുന്ന സമയമായി പരിഗണിച്ച് അവർക്ക് വളരെ ഷോർട്ടർ ആയിട്ടുള്ള പീരീഡ് കൊണ്ട് തന്നെ അവർക്ക് PR എലിജിബിലിറ്റി കിട്ടും. അതായത് നമ്മുടെ നാട്ടിലെ മറ്റ് സ്റ്റഡി അബ്രോഡ് പ്രോഗ്രാമിന് പോകുന്ന ഒരു വിദ്യാർത്ഥി പഠിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഇവരുടെ പഠന കാലയളവിനെ ഒരു ജോലിയായി പരിഗണിച്ച് ആ കാലം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് വളരെ പെട്ടെന്നുള്ള പീരീഡിൽ അവർക്ക് PR ലഭ്യമാവാനായിട്ടുള്ള അവസരമുണ്ട്. തീർച്ചയായും PR കിട്ടിയ ഒരു വിദ്യാർത്ഥിക്ക് പിന്നീട് വളരെ പെട്ടെന്ന് സിറ്റിസൺഷിപ്പും കിട്ടാനുള്ള സാഹചര്യമുണ്ട്. ഒരിക്കലും നമുക്ക് PR സിറ്റിസൺഷിപ്പും ഒക്കെ ഇത്ര വർഷം കൊണ്ട് കിട്ടും ഇങ്ങനെയാണെന്നൊന്നും നമുക്ക് ഇവിടെ ഇരുന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. ആ രാജ്യത്തിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. എന്നാൽ നമ്മൾ പൊതുവെ കണ്ടുവരുന്നത് ഈ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം പഠിക്കാൻ പോകുന്ന ഒരു വിദ്യാർത്ഥിക്ക് അവരുടെ പഠന കാലയളവിലെ 3 വർഷത്തെ കാലയളവ് അവിടുത്തെ ഒരു ജോലിയായി പരിഗണിച്ച് പിന്നീട് ഒരു 2 വർഷത്തെ ജോലിയും കൂടി കഴിഞ്ഞ് 5 വർഷം കൊണ്ട് അവർക്ക് PR ലഭ്യമാവുന്നതായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത്. അതായത് പഠനം കഴിഞ്ഞ് 2 വർഷത്തിനുള്ളിൽ PR-ലേക്ക് പോകാനും PR-നെ തുടർന്ന് പിന്നീട് സിറ്റിസൺഷിപ്പിലേക്ക് പോകാനും വളരെ പെട്ടെന്ന് ഈ പ്രോഗ്രാമിലൂടെ വിദ്യാർത്ഥികൾക്ക് സാധിക്കും. സർ, അതുപോലെ ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്ന വേറൊരു കാര്യം, ബേസിക്കലി യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ടായതാണ്. ഹൗസ് ബിൽഡോങ് എന്ന് പറഞ്ഞ പ്രോഗ്രാം 2025 മാത്രമാണ് കുട്ടികളെ അങ്ങോട്ട് വെൽക്കം ചെയ്യുന്നത്, അത് കഴിഞ്ഞാൽ ആരെയും അക്സെപ്റ്റ് ചെയ്യില്ല. പക്ഷെ സാറ് പറഞ്ഞല്ലോ, നമുക്ക് ജർമ്മനി പോലൊരു രാജ്യത്തേക്ക് എനിക്ക് തോന്നുന്നത് 30 ലക്ഷമോ 40 ലക്ഷമോ സ്കിൽ ഷോർട്ടേജ് നിലവിലുള്ള ഒരു രാജ്യമാണ്. സോ 2025 അവരത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഉദ്ദേശിക്കുന്ന സ്കിൽസ് കവർ ചെയ്യാൻ പറ്റുമോ? ഈ ന്യൂസസ് ഒക്കെ എത്രത്തോളം സത്യമാണ്? സാറിന് അതിനെക്കുറിച്ച് ഉള്ള വ്യൂ ഒന്ന് പറയാമോ? ഇതെല്ലാം നമ്മുടെ നാട്ടിൽ എന്താണെന്ന് ചോദിച്ചാൽ ഈ സോഷ്യൽ മീഡിയ കൊണ്ട് ജീവിക്കുന്ന കുറേ ആളുകളുണ്ട്. അതായത് സോഷ്യൽ മീഡിയ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ആളുകളെ പാനിക്കാക്കി അതിൽ നിന്ന് ആളുകളുടെ അട്രാക്ഷൻ സീക്ക് ചെയ്ത് അവരുടെ എന്താ പറയുക യൂട്യൂബ് ആണെങ്കിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മറ്റു പ്ലാറ്റ്ഫോം ആണെങ്കിലും അതിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെയും ലൈക്കും ഷെയറും എല്ലാം ലഭ്യമാകുന്നതിന് വേണ്ടി
സമൂഹം ഇന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത് അതിന് വിഭിന്നമായിട്ടുള്ള കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് പല ആളുകളുടെയും ഒരു കാര്യം. നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതായത് ഈ വികസിത രാജ്യങ്ങളിലെല്ലാം തന്നെ ഏജ്ഡ് ആയിട്ടുള്ള പോപ്പുലേഷൻ ആണുള്ളത്, കമ്മ്യൂണിറ്റി. കാരണം അവിടെ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് ആണ്. പല ആളുകളും വളരെ ലേറ്റ് ആയിട്ടാണ് വിവാഹം കഴിക്കുന്നത്. കുറേ അധികം ആളുകൾ വിവാഹം കഴിക്കുന്നില്ല. അതുപോലെ തന്നെ കുട്ടികൾ ഉണ്ടാകുകയാണെങ്കിൽ തന്നെ വളരെ ലേറ്റ് ആയിട്ടാണ് കുട്ടികൾ ഉണ്ടാകുന്നത്. വളരെ കുറഞ്ഞ എണ്ണമാണ് ഓരോ ഫാമിലിയിലും കുട്ടികളുടെ എണ്ണം. അതുകൊണ്ട് തന്നെ പ്രായമായ ആളുകളുടെ ആയുർദൈർഘ്യവും വളരെ കൂടുതലാണ്. നമ്മുടെ നാട്ടിൽ ആവറേജ് ആയിട്ടുള്ള ഒരു ആയുർദൈർഘ്യം 70 വയസ്സോ 72 വയസ്സാണെങ്കിൽ അവിടെ 100 വയസ്സിനും 90 വയസ്സിനും അടുത്തൊക്കെയാണ് ആയുർദൈർഘ്യം ഉള്ളത്. അപ്പം നമുക്ക് കൃത്യമായിട്ടും മനസ്സിലാവും ആ രാജ്യത്തെ, അത് സാങ്കേതികമായി വളരെ ഉയർന്ന രാജ്യമാണ്, എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ട്, പക്ഷെ അത് പ്രവർത്തിപ്പിക്കാനുള്ള യങ്ങായിട്ടുള്ള ജനറേഷൻ ആ രാജ്യങ്ങളിലില്ല. അത് കൂടിക്കൂടി വരികയാണ്. അവിടുത്തെ പോപ്പുലേഷൻ ഡിക്ലൈൻ സ്റ്റേജിലാണ്. അപ്പം നമ്മുടെ നാട്ടിൽ നിന്നോ ഇത്തരത്തിലുള്ള ഡെവലപ്പിംഗ് കൺട്രീസിൽ നിന്നുള്ള യങ്ങായിട്ടുള്ള പോപ്പുലേഷൻ ആ രാജ്യത്ത് ചെല്ലുമ്പോഴാണ് ആ രാജ്യത്തെ പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ വേണ്ടി പറ്റുന്നത്. മറ്റ് ഏതൊരു മേഖലയിലുള്ള ആളുകളെ റെസ്ട്രിക്റ്റ് ചെയ്താൽ പോലും ബ്ലൂ കോളർ ജോലി അല്ലെങ്കിൽ അവിടെ തൊഴിലെടുക്കുന്ന മേഖലയിലേക്ക് ആളുകൾക്ക് എല്ലാ കാലത്തും ആവശ്യകതയുണ്ട്. ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ എല്ലാ കാലത്തേക്കും ആളുകൾക്ക് പോകാൻ വേണ്ടി സാധിക്കും. നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു പക്ഷേ നമ്മൾ പോകുന്ന ആളുകളുടെ എണ്ണം കൂടുമ്പോൾ അവർ ക്വാളിറ്റിയുടെ മുകളിൽ പല വിധത്തിലുള്ള കൺസ്ട്രെയിൻ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അതായത് ലാംഗ്വേജിന്റെ ഫ്ലുവൻസിയാണ് അവർ നോക്കുന്നത്. നന്നായിട്ട് ലാംഗ്വേജ് അറിയാവുന്ന ആളുകളെ എടുക്കുക, കൂടുതൽ നല്ല ആളുകളെ സെലക്ട് ചെയ്യുക. ഇതൊക്കെ ഒരു പക്ഷേ എല്ലാ രാജ്യത്തും നടക്കുന്നത് മാതിരി ജർമ്മനിയിൽ നടക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഒരു കാരണവശാലും ഇത്തരം മേഖലകൾ കട്ട് ഡൗൺ ചെയ്യാനുള്ള യാതൊരു സാധ്യതയും ഇല്ല. EduFlair, education driven by passion.